ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ജേണിയാണ്. അതായത് മകൾ, അമ്മ മരുമകൾ, അമ്മ എന്നുള്ളൊരു എൻ്റെ ഒരു ജേണിയാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം 18 വയസ്സിൽ കഴിഞ്ഞു. ഞാൻ 19 വയസ്സിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു. അപ്പോൾ മകളായി, മരുമകളായി, ഭാര്യയായി, മരുമകളായി, പിന്നെ അമ്മയുമായി. അങ്ങനെ എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഇതെല്ലാം നേടിയെടുത്ത ഒരാളാണ്. അത് വലിയൊരു കാര്യമല്ലേ, പ്രൗഡ്. പക്ഷെ അത് എന്നെപ്പോലെ കുറേ കുട്ടികളുണ്ടാവും, ഇല്ലയെന്നല്ല. പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയട്ടെ, നമ്മൾ 18 വയസ്സിലൊന്നും കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ എൻ്റെ റിലേഷനാണെങ്കിലും എൻ്റെ അനിയത്തിമാരുടെ അടുത്താണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാരും 18 വയസ്സിൽ കല്യാണം കഴിക്കേണ്ട, അല്ലെങ്കിൽ 20 വയസ്സിൽ കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമ്മൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക എല്ലാ പെൺകുട്ടികളും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഭർത്താവ് നമ്മൾ നന്നായി കെയർ ചെയ്യുന്നുണ്ടാവും, നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ടാവും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് നമ്മളെ മനസ്സിനുള്ളിൽ ആഗ്രഹിച്ചിട്ട് നമുക്കത് വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ആവുമ്പോൾ നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. പക്ഷേ നമ്മുടെ ഭർത്താക്കന്മാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഭർത്താവാണെങ്കിലും ഞാൻ പറയുന്ന എല്ലാം വാങ്ങി തരാറുണ്ട്, ഞാൻ ചോദിക്കുന്നതൊന്നും ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഒരു എന്താ പറയുക, അത് ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളത് ഫീലിങ്സ് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ചില ഇതുണ്ടല്ലോ. അങ്ങനെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു മരുമകളായപ്പോൾ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പണിയൊന്നും ചെയ്യില്ല. ഇവിടെ വരുമ്പോൾ നമുക്കത് പറ്റില്ല. നമ്മുടെ എന്തായാലും ആ ഒരു രീതിക്ക് പോകുക വേണം. രാവിലെ എണീക്കുന്ന ടൈമാണെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയമാണെങ്കിലും എല്ലാം നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോയ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പക്ഷെ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എങ്കിലും നമ്മുടെ വീട്ടിൽ ജീവിച്ച ഒരു ജീവിത രീതി എനിക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ 8 വർഷമായി. ഇപ്പോൾ ഞാൻ എല്ലാത്തിലും അഡ്ജസ്റ്റബിളല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്ന സമയത്ത് എനിക്കും, തോന്നുന്ന സമയത്ത് ഉറങ്ങും, തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടത് വയ്ക്കും എല്ലാം. പക്ഷേ ആ സമയത്ത് നമുക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു അമ്മയായി തീരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്ന ടൈമും നഷ്ടപ്പെടും. നമ്മളെല്ലാം ആ കുട്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയാമെന്നറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ലോങ് വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ അത് നടക്കും തോന്നുന്നില്ല. നമുക്ക് പറയുമ്പോൾ പകുതി വെച്ച് കട്ടായി പോവുകയാണ്. നമ്മുടെ ടോപ്പിക് മാറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഭയങ്കര ലാഗ് ആവുന്നുണ്ട് അല്ലേ. എന്നാലും നമ്മൾ ഇപ്പോൾ മകൾ എന്നുള്ളപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് നല്ലൊരു ഫ്രീഡം ഉണ്ടാവും. നമുക്ക് ആരുടെയും ചോദിക്കണം. നമ്മൾക്ക് ഇപ്പോൾ ഒരു ഭക്ഷണമാണെങ്കിൽ നമ്മുടെ അമ്മ നമ്മളെ കൊണ്ട് തരും. അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ മരുമകളാകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം, അതുപോലെ തന്നെ നമ്മൾ വെച്ച് മറ്റുള്ളവർ കഴിക്കുക, നമ്മളെ മറ്റുള്ളവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ മരുമകൾ ഭാര്യയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് വരുന്ന മാറ്റം. പിന്നെ അമ്മയായി തന്നിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കാര്യം ഒന്നും നമ്മൾ നോക്കാൻ പറ്റില്ല, നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടിക്ക് വേണ്ടി, നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാൻ മറന്നു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് 2 കുട്ടികളാണല്ലോ. ഞാൻ പറഞ്ഞിട്ട് മുന്നത്തെ വീഡിയോയിൽ എനിക്ക് 2 കുട്ടികളാണ്. ആദ്യത്തെ കുട്ടിനെ ഞാൻ 19 വയസ്സിൽ പ്രസവിച്ചത്. പിന്നെ ഞാൻ ഒരു 5 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത കുട്ടി ഉണ്ടായത് കേട്ടോ. അപ്പോൾ പക്ഷേ ആ 5 വർഷം ഞാൻ അവന് വേണ്ടി തന്നെയാണ് സമയം ചിലവാക്കിയത്. അവൻ LKG പഠിക്കുമ്പോഴായിരുന്നു ഞാൻ പിന്നെ സെക്കൻഡ് പ്രഗ്നൻസി ട്രൈ ചെയ്തതും ഓക്കെ ആയതെല്ലാം അപ്പോഴായിരുന്നു. രണ്ടാമത്തെ കുട്ടി വരുമ്പോഴും നമ്മൾ വീണ്ടും ഇതേപോലെ ആ കുട്ടിക്ക് വേണ്ടി ഇനി 5 വർഷം മാറ്റി വയ്ക്കുമ്പോഴേക്കും നമ്മുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു 10 വർഷം നമ്മൾ ആ വിവാഹ ജീവിതത്തിന് ഉൾക്കൊണ്ടു. കാരണം അപ്പോൾ നമ്മൾ അതിലിരിക്കുകയാണ്. ഒരു പെൺകുട്ടി നോർമലായിട്ട് ഒരു വീട്ടമ്മൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ 10 വർഷം ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മൾ 10 വർഷം നമ്മുടെ വിലപ്പെട്ട നിമിഷങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നഷ്ടപ്പെടുത്തുക എന്നല്ല, പക്ഷേ നമ്മളൊരു വീട്ടമ്മയാണെങ്കിലും നമ്മളെ പല കാര്യങ്ങളും നമ്മുടേന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവർ വലുതാകുമ്പോൾ നമ്മളെ അടുത്ത് തിരിച്ച് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞോ എന്നെ നോക്കിയിരിക്കുക എന്ന് ഇവർ തിരിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഞാൻ എല്ലാവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുവാണ്, ആരും 18 വയസ്സിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. കഴിച്ചു പോയവർക്ക് വേറെ നിവൃത്തിയുമില്ല.
പക്ഷേ 18 വയസ്സിൽ ആരും കല്യാണം കഴിക്കരുത്. എല്ലാവരും അവരവരുടെ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം നമ്മൾ ഒരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുക. അതാണ് കുറച്ചും കൂടി ബെറ്റർ. എൻ്റെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായമാണ് കേട്ടോ. അത് എടുക്കുന്നവരെടുത്താൽ മതി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോകും. നമ്മുടെ ജീവിതം എന്നെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഞാൻ പറയുകയാണ്, ഇപ്പോഴും എനിക്കൊരു പ്രശ്നമില്ല. എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടാണ്. ഞാൻ ചോദിക്കുന്നത് എന്ത് വാങ്ങിത്തരും, എന്ത് വന്നാലും വാങ്ങിത്തരും. പക്ഷേ എന്നിരുന്നാലും എനിക്ക് കുറച്ച് എപ്പോഴും മനസ്സിലൊരു ഇതാണ്,